നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഹൃദയരോഗ സാധ്യത കുറയ്ക്കുന്ന പഴം ഏത്? ആപ്പിൾ, റംബൂട്ടാൻ, പപ്പായ, വാഴപ്പഴം. ഹൃദയരോഗ സാധ്യത കുറയ്ക്കുന്ന പഴമാണ് വാഴപ്പഴം. ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കാൻ കഴിവുള്ള ഇല ഏത്? മല്ലിയില, കറിവേപ്പില, മുരിങ്ങയില ഇവയൊന്നുമല്ല. ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കാൻ കഴിവുള്ള ഇലയാണ് കറിവേപ്പില. ചുണ്ടിന് ചുവപ്പ് നിറം നൽകാൻ കഴിവുള്ളത് തൈര്, മാംസ്യം, പാല്, മുട്ട. ചുണ്ടിന് ചുവപ്പ് നിറം നൽകാൻ കഴിവുള്ളതാണ് തൈര്. നഖങ്ങൾ ഉണ്ടെങ്കിലും വിരലുകൾ കാണപ്പെടാത്ത ജീവി ഏത്? ജിറാഫ്, ആന, പന്നി, കോഴി. നഖങ്ങൾ ഉണ്ടെങ്കിലും വിരലുകൾ കാണപ്പെടാത്ത ജീവിയാണ് ആന. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഏറ്റവും സുഖം നൽകുന്ന നിറം ഏത്? പച്ച, ചുവപ്പ്, മഞ്ഞ, കറുപ്പ്. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഏറ്റവും സുഖം നൽകുന്നത് മഞ്ഞ നിറമാണ്. പൊതുവെ നെഞ്ചിൽ രോമമുള്ള പുരുഷൻ്റെ സവിശേഷത ബുദ്ധി കുറവ്, ലൈംഗികത കൂടുതൽ, ബുദ്ധി കൂടുതൽ ഇവയൊന്നുമല്ല. പൊതുവെ നെഞ്ചിൽ രോമമുള്ള പുരുഷന്മാർ ബുദ്ധിയുള്ളവരായിരിക്കും. 32 തലച്ചോറുകൾ കാണപ്പെടുന്ന ജീവി ഏത്? അട്ട, നീരാളി, ഒച്ച് ഇവയൊന്നുമല്ല. 32 തലച്ചോറുകൾ കാണപ്പെടുന്ന ജീവിയാണ് അട്ട. ഒരു കൊതുകു പോലും ഇല്ലാത്ത രാജ്യം ഏത്? റഷ്യ, അമേരിക്ക, ഇറാൻ, ഐസ്ലാൻഡ്. കൊതുകുകൾ ഒന്നും തന്നെ ഇല്ലാത്ത രാജ്യമാണ് ഐസ്ലാൻഡ്. ഓങ്കോളജി എന്തിനെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ്? അൾസർ, ക്യാൻസർ, പ്രകൃതി, ഭൂമി. ഓങ്കോളജി എന്ന പഠനശാല ക്യാൻസറിനെ കുറിച്ച് പഠിക്കുന്നു. സ്ത്രീകളിൽ ഒരു മണിക്കൂറിൽ പരമാവധി എത്ര രതിമൂർച്ചകൾ സംഭവിക്കും? 75, 3, 136, 5. 136 രതിമൂർച്ചകൾ. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി ആര്? ബാലാമണിയമ്മ, ലളിതാംബിക അന്തർജനം, സുഗതകുമാരി, ഒളപ്പമണ്ണ. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളിയാണ് ബാലാമണിയമ്മ. കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആര്? ഡോക്ടർ ജാൻസി ജെയിംസ്, മിനി എബ്രഹാം, ഡോക്ടർ മോളി തോമസ്, തങ്കമ്മ ജോൺ. ഡോക്ടർ ജാൻസി ജെയിംസ് ആണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ വിദേശ സഞ്ചാരി ആര്? മെഗസ്തനീസ്, ഹുയാൻസാങ്, പാഹിയാൻ, അൽബറൂണി. ഇന്ത്യ സന്ദർശിച്ച ആദ്യ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ്. ഭാരതീയ വിദ്യാഭവൻ്റെ സ്ഥാപകൻ ആര്? KM മുൻഷി, വിഷ്ണു ശർമ്മ, CR ദാസ്, വിനോബ ഭാവെ. KM മുൻഷിയാണ്. ബാരാബതി സ്പോർട്സ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കട്ടക്ക്, ന്യൂഡൽഹി, മുംബൈ, കാൺപൂർ. ബാരാബതി സ്പോർട്സ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. ജീവകം A1ൻ്റെ രാസനാമം എന്ത്? റെറ്റിനോൾ, തയാമിൻ, ടോക്കോഫെറോൾ, റൈബോഫ്ലൈമിൻ. റെറ്റിനോൾ എന്നാണ്. ജനാധിപത്യത്തിൽ ഏവരും തുല്യരാണ്, എന്നാൽ ചിലർ കൂടുതൽ തുല്യരാണ്. ഇതാരുടെ വാക്കുകൾ? ഷേക്സ്പിയർ, ജൂലിയസ് സീസർ, നെപ്പോളിയൻ, ജോർജ് ഓർവെൽ. ജോർജ് ഓർവെലിൻ്റെ വാക്കുകളാണ്. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം തുല്യമായ ജില്ല ഏത്? വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്.
സ്ത്രീ പുരുഷ അനുപാതം തുല്യമായത് വയനാട് ജില്ലയിലാണ്. 2006 ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ഖത്തർ, ചൈന, ജപ്പാൻ, തായ്ലാൻഡ്. 2006 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഖത്തറിൽ വെച്ചിട്ടായിരുന്നു. ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? 1984, 1844, 1850, 1855. 1984 ചുവപ്പ് കോട്ട നിർമ്മിച്ചത് ആര്? ഷാജഹാൻ, അക്ബർ, ബാബർ, ബീർബൽ. ചുവപ്പ് കോട്ട പണി കഴിപ്പിച്ചത് ആരായിരുന്നു? ഷാജഹാൻ ആയിരുന്നു. ലക്ഷദ്വീപിൻ്റെ ഭാഷ ഏത്? ലക്ഷദ്വീപിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം. മലയാളമാണ് അവർ സംസാരിക്കുന്നത്. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമേത്? ഡൽഹി, മുംബൈ, പൂന, ആഗ്ര. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഡൽഹി. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം ഏത്? മാലക്കണ്ണ്, ചെങ്കണ്ണ്, നിശാന്തത ഇവയൊന്നുമല്ല. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗമാണ് മാലക്കണ്ണ്. ബാരോമീറ്റർ എന്ത് അളക്കാൻ ഉപയോഗിക്കുന്നു? അന്തരീക്ഷമർദ്ദം, ദൂരം, മഴ, താപനില. ബാരോമീറ്റർ ഉപയോഗിക്കുന്നത് അന്തരീക്ഷമർദ്ദം അളക്കാനാണ്. വിവാദമായിരിക്കുന്ന പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്. പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി പാലക്കാട് ജില്ലയിലാണ്. ചെസ്സിലെ ഓസ്കാർ ട്രോഫി നേടിയ ആ ഇന്ത്യൻ താരം ആര്? കൊണരു ഹംപി, ശശി കിരൺ, വിശ്വനാഥൻ ആനന്ദ്, അഭിജിത്ത് കുണ്ഡെ. വിശ്വനാഥൻ ആനന്ദാണ്. ഏറ്റവും ഭാരം കൂടിയ ജീവി ഏത്? ഹിപ്പോപ്പൊട്ടാമസ്, നീലത്തിമിംഗലം, ആന, സ്രാവ്. ഏറ്റവും ഭാരം കൂടിയ ജീവിയാണ് സ്രാവ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, നൈട്രജൻ, മീഥേൻ. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ശുക്ലം കുടിച്ചാൽ സ്ത്രീകളിൽ സംഭവിക്കുന്ന മാറ്റം: ദേഷ്യം കൂടും, ഗർഭം ധരിക്കും, സ്ട്രെസ് കുറയും, ഉറക്കം കുറയുന്നു. ശുക്ലം കുടിച്ചാൽ സ്ട്രെസ് കുറയും. സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണശേഷിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ: ജെ.സി. ബോസ്, എം.എസ്. സ്വാമിനാഥൻ, സി.വി. രാമൻ, എസ്.ജെ. ബാബ. ജെ.സി. ബോസ് ആയിരുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, ന്യൂഡൽഹി. എവിടെയാണ് ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂരിലാണ്. ഏത് നദിയുടെ പോഷക നദിയാണ് ടോൺസ്? യമുന, ബ്രഹ്മപുത്ര, സിന്ധു, ഗോദാവരി. ഏത് നദിയുടെ പോഷക നദിയാണ് ടോൺസ്? യമുനയുടെ പോഷക നദി. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ആസാം, ജാർഖണ്ഡ്, ബീഹാർ, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം: ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ശാന്തസമുദ്രം. ബംഗാൾ ഉൾക്കടലിലാണ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു: എഥനോൾ, ഈഥൈൽ ആൽക്കഹോൾ, ബെൻസീൻ, നാഫ്തലീൻ. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് നാഫ്തലീൻ.
ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏത്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം ചെയ്യപ്പെട്ട ലോകസഭാ മണ്ഡലം ഏത്? ആലത്തൂർ, ചാലക്കുടി, ആറ്റിങ്ങൽ, വടകര. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾക്ക് ആലത്തൂരാണ് സംവരണം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല ഏത്? കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കൊല്ലം. കൊല്ലം ജില്ലയിലാണ്. സർവ്വദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഡിസംബർ 10, ഒക്ടോബർ 10, നവംബർ 10, ഡിസംബർ 9. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10-നാണ്. ജലദോഷത്തിന് കാരണമായ രോഗാണു ഏത്? പ്രോട്ടോസോവ, വൈറസ്, ഫംഗസ്, ബാക്ടീരിയ. ജലദോഷത്തിന് കാരണമായ രോഗാണുവാണ് വൈറസ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക എന്നറിയപ്പെടുന്നത്? വിജയലക്ഷ്മി പണ്ഡിറ്റ്, അരുണ ആസിഫ് അലി, സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി. അരുണ ആസിഫ് അലി ആയിരുന്നു. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം? 1895, 1905, 1898, 1900. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് 1895-ലായിരുന്നു. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം, തോട്ടിയുടെ മകൻ, നാലുകെട്ട്, ഒരു സങ്കീർത്തനം പോലെ. ഖസാക്കിൻ്റെ ഇതിഹാസം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്, വയനാട്, ഇടുക്കി, തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ കളിമണ്ണിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം? ചവറ, കുണ്ടറ, നീണ്ടകര, ആലപ്പുഴ. കേരളത്തിൽ കളിമണ്ണിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് കുണ്ടറയിലാണ്. ആസാമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപമേത്? കഥക്, സാത്രിയ, തമാശ, ഗർഭ. സാത്രിയാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രമില്ലാത്ത ദിക്ക് ഏത്? തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രമില്ലാത്ത ദിക്കാണ് വടക്ക് ദിക്ക്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ആറന്മുള, പമ്പ, തിരുവല്ല, നിരണം. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. സെക്സ് ഇഷ്ടമുള്ള സ്ത്രീകളുടെ ശരീരപ്രകൃതി എങ്ങനെയായിരിക്കും? മെലിഞ്ഞ ശരീരം, തടിച്ച ശരീരം, വലിയ സ്തനം, ചെറിയ സ്തനം. മെലിഞ്ഞ ശരീരപ്രകൃതിയായിരിക്കും.